2023 ഏകദിന ലോകകപ്പിനിടെ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി മാറ്റാൻ ശ്രമിച്ചുവെന്ന് വിവരം. പാകിസ്ഥാനെതിരെ ഓറഞ്ച് ജേഴ്സിയിൽ കളിക്കാനായിരുന്നു നീക്കം. ടീമിൽ തന്നെ എതിർപ്പുയർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചുവെന്നാണ് വിസ്ഡനിലെ ലേഖനത്തിലെ വെളിപ്പെടുത്തൽ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, ഈ ജേഴ്സി മാറ്റത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം? വേണു, വിസ്ഡനിൽ ശ്രദ്ധ ഉഗ്ര എന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് എഴുതിയ ലേഖനത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വ്യക്തമായ ആധികാരികമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. 2023 ലോകകപ്പിൽ ഇന്ത്യ വേദിയായ ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ പതിവ് നീല ജേഴ്സിയിൽ നിന്ന് വ്യത്യസ്തമായി ഓറഞ്ച് ജേഴ്സിയിൽ ഇറങ്ങാനായിരുന്നു ശ്രമം. ഇതിനായി കിറ്റ്, ഈ ഓറഞ്ച് ജേഴ്സി ടീമിനെ കൊണ്ടുവന്നു. 2 ദിവസം മുമ്പാണ് എത്തിച്ചത്. പക്ഷേ ഈ ജേഴ്സി കൊണ്ടുവന്നതോടുകൂടി ടീമിലുള്ള താരങ്ങൾക്ക് തന്നെ വലിയൊരു എംബാരസ്മെൻ്റ് ആയിരുന്നു. അവർ ഇത് ചോദ്യം ചെയ്തു. ഇത് ഒരുപക്ഷെ വലിയ തർക്കങ്ങൾക്കും ഒക്കെ തന്നെ കാരണമാകുമെന്ന ടീം മാനേജ്മെൻറ്റിനെ നിലപാടെടുത്തതോടുകൂടിയാണ് ഒടുവിൽ ഈ ശ്രമം ഉപേക്ഷിച്ചത്. ഇന്ത്യൻ ടീമിലും കാവ്യവൽക്കരണം എന്നുള്ളതാണ് ഇതിനകത്ത് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് ജേഴ്സി ഓറഞ്ച് ആക്കിയത് തന്നെ അന്ന് വലിയ ചർച്ചയായിരുന്നു. ഈ ഇന്ത്യൻ ടീം അതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നീല ജേഴ്സിയൊക്കെ തന്നെ വിട്ട് ഓറഞ്ച് കൊണ്ടുവന്നത് തന്നെ വലിയ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. BJP ആ ലോകകപ്പ് ഹൈജാക്ക് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് അന്ന് വന്നത്. പക്ഷേ അതിനകത്ത് നിഷേധിച്ച BCCI സെക്രട്ടറി ജയ്ഷാ ഒക്കെ രംഗത്ത് വന്നു. അമിത്ഷായുടെ മകനായ ജയ്ഷാ ഈ BCCIയുടെ ചുമതലക്കാരനായതു മുതൽ ഇന്ത്യൻ ടീമിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം തുടരെ ഉണ്ടാവുന്നുണ്ട്. ഒടുവിൽ ടീം മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലിലൂടെയാണ് ഒടുവിൽ ഈ ശ്രമം ഉപേക്ഷിച്ചത്. എന്തായാലും ഈ ലേഖനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ടീമിനായി ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു നീക്കത്തെ താരങ്ങൾ അനുകൂലിച്ചില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു വിജയമായി അവർ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ 2020 ലോകകപ്പിനായിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി പുറത്തിറക്കിയപ്പോൾ പോലും അതിൻ്റെ ഷോൾഡേഴ്സിൽ ഓറഞ്ച് വന്നത് വലിയ ആരാധകർക്ക് നിരാശയുണ്ടാക്കിയിരുന്നു. കാരണം പതിവ് ഇന്ത്യയുടെ നീലപ്പട എന്ന് വിളിക്കുന്ന ഇന്ത്യയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ആരാധകർ വലിയ നിരാശ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ മുസ്ലിം കളിക്കാർ ഏതെങ്കിലും തരത്തിൽ മോശം ഫോമിലൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ വലിയ രീതിയിൽ ആക്രമണം സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇന്ത്യൻ ടീമിൽ മുസ്ലിം താരങ്ങൾ വേണമോ എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാവുകയും മുഹമ്മദ് ഷമി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിന് വളം വെക്കുന്ന തരത്തിലുള്ളതാണ് ഇന്ത്യൻ ടീമിലും ഒരു കാവ്യവൽക്കരണം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേണം. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.